ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയെയും വിക്രത്തെയും അതുപോലെ അനിയൻകുട്ടനെയും കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക കേട്ടോ ഇവർ. അങ്ങനെ ഉപദ്രവം ഒരുപാടായി. അത് കഴിഞ്ഞപ്പോഴേക്കും വേദയോട് ഒപ്പിടാൻ പറഞ്ഞു. വേദ ഒപ്പിടുകയില്ലെന്നും പറഞ്ഞു. അന്നേരം വിക്രത്തെ കൂടുതൽ തല്ലുന്നു. അവനെ അങ്ങ് അഴിച്ചു വിടാം, അവനെ നമുക്ക് വിടേണ്ടടുത്തേക്ക് വിടാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ ഭയങ്കര ജിൽ ജിൽ എന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. അയാൾക്കാണ് ഇപ്പോൾ ശ്രീകാന്തിനേക്കാളും ആവശ്യം. അങ്ങനത്തെ ഇതുങ്ങളെ കുറേ ഉപദ്രവിച്ചു. ഇവർ ഒപ്പിട്ട് കൊടുക്കില്ല എന്നുള്ളത് മനസ്സിലായി. ഇവന്മാർ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇവരെ പരിഹസിച്ചൊക്കെ സംസാരിക്കുക. അവൾ ഒപ്പിടില്ലടാ, അവൾ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവൻ എടുക്കുന്ന ഒരിത് വരണം, എങ്കിലും മാത്രമേ അവൾ ഒപ്പിടുകയുള്ളൂ. അവൾക്ക് സ്വത്തിനേക്കാളൊക്കെ വലുത് ഇവനാണെന്നൊക്കെ ഇവൾ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേടാ. അവൾക്ക് വലുത് സ്വത്ത് തന്നെയാടാ എന്നൊക്കെ പറഞ്ഞ് അമ്മായച്ചനിങ്ങനെ അവിടെ നിന്ന് പറയാം. ഇപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആക്കിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. വേദം ഒപ്പിടില്ല എന്നുള്ള കാര്യം ഇവന്മാർക്ക് മനസ്സിലായി. ഇതേ സമയത്ത് നമ്മുടെ ഗീവർഗീസ് ചേട്ടനും അതുപോലെ അവിടുത്തെ നമ്മുടെ അച്ഛനും ഇങ്ങനെ ഇവരെ എവിടെയാണെന്നുള്ളൊരു അന്വേഷണത്തിൽ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കും. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് നിന്നിട്ട് സേതുവിനെ വിളിച്ചിട്ട് സേതുവിനോട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുള്ള കാര്യം പറയുവാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് സേതു ഇവരോട് ചോദിക്കുമ്പോഴേക്കും ഗീവർഗീസ് ചേട്ടൻ ഇവർ രാത്രി ഓടി പേടിച്ച് അങ്ങോട്ടേക്ക് വന്നതും പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അപ്പോഴത്തേക്ക് നമ്മുടെ സേതു, നിങ്ങൾ പേടിക്കേണ്ട, അവരെവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവിടുന്ന് പോരുന്നു. ഈ സമയം കൊണ്ട് അവന്മാർ അവിടെ ഇട്ട് ഇതുങ്ങളെ ഇങ്ങനെ കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ സംസാരിച്ചും ഒരുപാട് ഉപദ്രവിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇവർക്ക് നോവണമെന്നുണ്ടെങ്കിൽ അവനിട്ട് കൊടുക്കണം. അവനിട്ട് കൊടുത്താൽ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുമെന്ന് ഈ അമ്മായച്ചൻ പറയാം. അയാൾക്കാണല്ലോ കൂർമ്മ ബുദ്ധി. അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും എന്നാൽ പിന്നെ അതാവട്ടെ എന്ന് ശ്രീകാന്ത് കൂടെയുള്ള ഗുണ്ടകളോട് പറഞ്ഞു, അടിക്കടാ അവനെന്ന്. അപ്പോഴേക്കും മറ്റവന്മാരെല്ലാം കൂടെ കുറേ പത്തലും വടിയും ഒക്കെ ആയിട്ട് വന്ന് പാവ അനിയൻകുട്ടനിട്ട് തല്ലുക. അത് കണ്ടപ്പോഴത്തേക്കും വേദയ്ക്കും വിക്രത്തിനും സഹിക്കുന്നില്ല. വേണ്ട, തല്ലല്ലേ, അവനെ തല്ലല്ലേ എന്നും പറഞ്ഞു. നിങ്ങൾ എന്നെ തല്ലിക്കോ, അവനെ തല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ടായി വിക്രം. അടിക്കടാ, കണ്ടോ, അവൻ്റെ ദേഹത്ത് ഒരു തല്ല് വീണപ്പോഴേക്കും അവൾക്കും അവനും പൊള്ളി. ഇവനെ അടിച്ചു കൊല്ലടാ, അല്ലെങ്കിൽ തന്നെ ഇവനെ നമ്മൾ കൊല്ലാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണല്ലോ. ഇനിയിപ്പോൾ ഇവൻ ജീവിച്ചിരിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, മരിക്കുമ്പോൾ സുഖമരണം അവന് വേണ്ട, കുറച്ച് വേദന അറിഞ്ഞവൻ മരിക്കട്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറയാം. അപ്പോഴേക്കും ഇവന്മാരടിയുടെ ശക്തി കൂട്ടിക്കൂട്ടി വരിക ഈ ഗുണ്ടകൾ. എന്നിട്ട് അതിനെ തലങ്ങും വേലങ്ങും വയറിനിട്ടും കാലിനിട്ടും ഒക്കെ അടിക്കുന്നു. അതിന് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അമ്മേ വിക്രം വിക്രം എന്നും പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ കരയാൻ അനിയൻകുട്ടനെ. അങ്ങനെ അനിയൻകുട്ടനെ അവന്മാരെ അടിച്ചു വശം കിടത്തി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വേദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. വേദ നേരം അവനെ ഉപദ്രവിക്കല്ലേ, ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞു. കണ്ടോടാ, കൊടുക്കേണ്ടത് കൊടുത്തു, കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഒപ്പിട്ട് തരാമെന്ന് നീ കേട്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഇയാൾ. ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ മോളെ? അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദനയൊക്കെ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അങ്ങ് പോകത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ശ്രീകാന്ത് വേദയോട് ചോദിക്കുക. വേദയ്ക്ക് അവനെ ചവിട്ടിക്കൊല്ലാനുള്ള കലിയുണ്ട്. പോടോ എന്നും പറഞ്ഞു വേദ നേരം പറഞ്ഞു. അതെന്തൊരു പറച്ചില്ല, നിന്റെ ചേട്ടനല്ലേ ഞാൻ, ആ ഒരു ബഹുമാനമെങ്കിലും നീ എനിക്ക് തരണ്ടേന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ടിട്ട് വേദയ്ക്ക് സഹിക്കണില്ല. ഒരു കാര്യം ചെയ്യാം, അവളെ അങ്ങ് അഴിക്കേ, എന്നാലല്ലേ അവൾക്ക് ഒപ്പിടാൻ പറ്റുള്ളൂ. നീ അതങ്ങ് ചെയ്യ് ശ്രീകാന്തേ എന്ന് പറഞ്ഞു. അമ്മായച്ചൻ എല്ലാം മുന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അയാൾ അഴിക്കടാന്ന് കൂടെ നിൽക്കുന്നവന്മാരോട് ശ്രീകാന്ത് പറഞ്ഞു. അപ്പോഴേക്കും വേദയുടെ കെട്ടഴിച്ചപ്പോൾ വേദയ്ക്ക് കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുക. വേദന ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തിരുമി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇനിയിപ്പോൾ സാവകാശം, മോൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ വേദം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ ഒപ്പിട്ടോ, സമയം കളയണ്ടെന്ന് പറഞ്ഞു. താൻ ഇതൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ ഇതൊക്കെ അനുഭവിക്കുമെന്നാണോ താൻ വിചാരിച്ചിരിക്കുന്നത് എന്ന് വേദ അന്നേരം ചോദിക്കുക. അത് അനുഭവിക്കുകയോ അനുഭവിക്കാതിരിക്കുകയോ അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. ഇപ്പം മോളിപ്പോൾ ഒപ്പിട്ടാലല്ലേ ഭർത്താവിനെയും കൂടെ നിൽക്കുന്നവനെയും വെറുതെ വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തിനാ വെറുതെ മോൾ ഒപ്പിട് എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ കളിയാക്കുക കേട്ടോ വേദയെ. വേദ എന്നിട്ട് ആ പേപ്പർ മേടിച്ചിട്ട് വേദ ഇത് വായിച്ചു നോക്കാൻ നോക്കുമ്പോൾ അത് വായിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ എഴുതിയിരിക്കുന്നത് ആ സ്വത്തുക്കൾ മുഴുവനും നീ എനിക്ക് ഇഷ്ടദാനമായി തരുന്നു. ആ സ്വത്തുക്കൾക്ക് നിനക്കോ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കോ യാതൊരു അവകാശവും ഇല്ല എന്ന് നീ തന്നെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടതാണ് എന്ന കാര്യം പറയുന്നു. ഇത് കേട്ടപ്പോൾ വേദ അന്തം വിട്ടിങ്ങനെ നോക്കുക. അപ്പോൾ വേദ ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഒപ്പിടാനൊരു മനസ്സിലായ്മ. അപ്പോൾ വേദ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിന്നപ്പം അവൾക്ക് ഒപ്പിടാൻ മടിയാണെന്ന് തോന്നുന്നല്ലോ അച്ഛാന്ന് പറഞ്ഞു. കൊടുക്കണം അവനിട്ടെന്ന് പറയുമ്പം വേണ്ട ഞാൻ ഒപ്പിട്ടോളാവെന്ന് വേദ പറഞ്ഞു. വേദ എന്നിട്ട് ഒപ്പിടാൻ തുടങ്ങിയപ്പോഴേക്കും വരുന്നു നല്ല മാസ് എൻട്രി ആയിട്ട് നമ്മുടെ സേതുവേട്ടൻ.
സേതു അങ്ങ് വന്ന് കയറിയപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം നോക്കുക. അപ്പോൾ നമ്മുടെ വിക്രത്തിനും വേദയ്ക്കൊക്കെ സമാധാനമായിട്ടോ. അങ്ങനെ അവരിതേ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സേതു വന്നങ്ങ് ഇവരേതാണെന്നും ചോദിച്ചുകൊണ്ട് നേരത്തേക്കും ഈ അമ്മായച്ചൻ കൊടുക്കടാ അവനിട്ട് അവനെ വീഴ്ത്തടാന്ന് പറഞ്ഞു. ഇവന്മാർ വീഴ്ത്താൻ ചെന്നതാ. കുറേ അവന്മാർ മുടിയൊക്കെ നീട്ടി വളർത്തി വണ്ടിക്കൊക്കെ വന്ന് ഇറങ്ങിയാണ് അടിക്കാനായിട്ട്. പുതിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അടിക്കാനും ഇടിക്കാനും വന്നവരെ എല്ലാവരും കൂടെ അടിച്ച് ചവിട്ടി കൂട്ടിയില്ലേ. ചവിട്ടി കൂട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നടന്നത് ഒരു യുദ്ധം തന്നെയായിരുന്നു. എല്ലാ അവന്മാരെ അടിച്ച് വീഴ്ത്തി. അപ്പോഴത്തേക്കും വേദ ഓടിച്ചെന്ന് വിക്രത്തിൻ്റെയും അതുപോലെ അനിയൻകുട്ടൻ്റെയും കെട്ടു അഴിച്ചു വിട്ടു. പിന്നെ നമ്മുടെ വിക്രവും വന്നു അടിക്കാൻ. വിക്രവും സേതുവും കൂടി അവിടെയുള്ള എല്ലാ അവന്മാരെയും അടിച്ച് നിരപ്പാക്കി. അതുപോലെ തന്നെ വേദ മിടുമിടിക്കുക. വേദ വിട്ടുകൊടുത്തില്ല. വേദ അവിടെ കിടന്ന വടിയെടുത്തിട്ട് ഗുണ്ടകളുടെയൊക്കെ പുറം വഴി തന്നെ കൊടുക്കണത്. അങ്ങനെ അവരെ ഭയങ്കര അടിയും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശ്രീകാന്ത് അനിയൻകുട്ടനെ പിടിക്കാനായിട്ട് ചെയ്യുന്നപ്പോൾ അനിയൻകുട്ടൻ ഇങ്ങോട്ടേക്ക് ഓടുക. അപ്പോൾ ഈ ഒരു ഗുണ്ടയെ അടിച്ച് വിക്രം ഇങ്ങനെ വലിയൊരു കൊക്കയാണ് താഴെ. ആ കൊക്കയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ അടിച്ച് ഇതായി. അപ്പോൾ വേദതേ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് നിൽക്കുക. കുറേ അവന്മാരെയൊക്കെ അടിച്ച് വീഴ്ത്തി. അപ്പോഴേക്കും ഒരുത്തൻ നമ്മുടെ വിക്രത്തെ പിടിച്ച് പതുക്കെ ഒന്ന് തള്ളി. അപ്പോൾ വിക്രം ഇങ്ങനെ പാറച്ചെരുവിലേക്ക് ചെന്ന് വീണു. പിടിച്ച് കയറാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വിക്രം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയും അതുപോലെ അനിയൻകുട്ടനും കൂടെ ഒരൊറ്റ കാർച്ചയായിരുന്നു. അപ്പോൾ ഈ അനിയൻകുട്ടൻ എന്നാ ചെയ്തു, വിക്രത്തെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ വിക്രം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോഴേക്കും ആ ദുഷ്ടനായ മനുഷ്യൻ, അതായത് ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ സേതു അന്നേരം പുറകിൽ അടിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തന്മാരെ. അപ്പോൾ ഇവൻ ഈ അമ്മായച്ചൻ ഇങ്ങനെ നേരെ വന്നു. എന്നിട്ട് നമ്മുടെ അനിയൻകുട്ടനെ നേരെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുറകിൽ വേദം നിൽപ്പുണ്ട്. വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അയാളുടെ കയ്യിൽ തോക്കും ഇരിപ്പുണ്ട്. അയാളെന്നിട്ട് ഈ തോക്ക് അനിയൻകുട്ടൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വേണ്ട ചെയ്യരുതേ എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു കൂവുന്നുണ്ട്. പക്ഷേ ഇയാൾ അനിയൻകുട്ടനെ കൊല്ലാനാണല്ലോ ഇയാൾ വന്നത്. അത് അനിയൻകുട്ടനെ കൊന്നേ ഇയാൾ അടക്കുകയുള്ളൂ. അങ്ങനെ അയാൾ അനിയൻകുട്ടനെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അനിയൻകുട്ടൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ വിക്രവും ഈ താഴെ കിടന്നുകൊണ്ട് വേണ്ടാന്ന് കിടന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ദുഷ്ടൻ എന്ത് ചെയ്തു, നമ്മുടെ അനിയൻകുട്ടനെ നെഞ്ചു നോക്കി വെടിവെച്ചു. അപ്പോൾ അനിയൻകുട്ടൻ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇവൻ വെടിവെക്കുന്നത്. ഇവൻ വെടിവെച്ചിട്ട് ഇങ്ങനെ അനിയൻകുട്ടൻ ഇങ്ങനെ വീണു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയൻകുട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രവും വേദയും അലറി വിളിച്ചു. അപ്പോഴാണ് സേതു ഇത് കാണുന്നത്. സേതു അങ്ങോട്ട് ഈ ശബ്ദം കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ വീഴുന്നു. അപ്പോൾ സേതു മറ്റവനെ ഓടിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഓടി വരും. അപ്പോഴത്തേക്കും വിക്രം അവിടെ നിന്ന് വലിഞ്ഞ് കയറി എങ്ങനെയൊക്കെയോ തള്ളി പറഞ്ഞ് കയറി വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ അമ്മായച്ചൻ നമ്മുടെ വിക്രത്തിൻ്റെ നേരെയും തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നു. വേദ ആ സ്പോട്ടിൽ ബോധം കെട്ട് വീണു. അനിയൻകുട്ടൻ വീണപ്പോൾ ആ സ്പോട്ടിൽ വേദയും ബോധം കെട്ടങ്ങ് വീണു. അനിയൻകുട്ടൻ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. അതിനെ രക്ഷിക്കണം. അപ്പോൾ അനിയൻകുട്ടൻ്റെ ജീവൻ പോകും, അതിനു മുമ്പ് അതിനെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരിതിലാണ് ഇവർ. അപ്പോഴേക്കും വിക്രം ഓടിക്കയറി വന്നപ്പോൾ മറ്റവൻ ഇങ്ങനെ വിക്രത്തിൻ്റെ നേരെ തോക്കും ചൂണ്ടി നിൽക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞു വിക്രം ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവൻ കുറേ ഡയലോഗ്, നീയും ഇവനും തീർന്നാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനമായടാ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറയാം. ഞാനും എൻ്റെ മരുമകനും ഈ മല കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്തിട്ടേ പോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ജോബി എന്ന് പറയുന്നവൻ ഓടി ഒളിച്ചു. അവന് പേടിയായിപ്പോയി. അവനിട്ടും കുറേ കിട്ടി. അവനും അങ്ങ് മാറി നിന്നതെല്ലാം കാണുക കേട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് എല്ലാം അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അമ്മായച്ചൻ വിക്രത്തെ വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഇനി നീ ഈ ഒരു കഥയിൽ നീ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തോട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കും. അപ്പം ഇവൻ ഓർക്കുന്നത് വിക്രത്തെ വെടിവെച്ചിട്ട് ഇവിടെ നിന്ന് പോകാം, വേദ എടുത്തുകൊണ്ട് പോകാം എന്നാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ സേതു പിറകിൽ നിന്ന് വന്ന് ഈ തന്തയ്ക്കിട്ട് ഒറ്റ ചവിട്ടായിരുന്നു. തോക്കും കോപ്പും ഒക്കെ ആയിട്ട് തന്ത മലർന്നടിച്ചതേ കിടക്കുന്നു പാറപ്പുറത്ത്. അങ്ങനെ പാറപ്പുറത്ത് ഇയാൾ വീണപ്പോഴത്തേക്കും തോക്ക് നമ്മുടെ വിക്രത്തിൻ്റെ കയ്യിലേക്ക് കിട്ടി. വിക്രം ചാടി ആ തോക്കെടുത്തു. അത് കഴിഞ്ഞ് സേതു ഇയാൾക്കട നട്ടല് നോക്കി തന്നെ കൊടുക്കുക കേട്ടോ. അയാളെ അവിടെ ഇട്ട് അടിച്ച് പറ്റാത്ത. അപ്പോഴേക്കും നമ്മുടെ മരുമകൻ ഓടി വന്നു. വിക്രം വേണ്ട. അപ്പോൾ തോക്ക് അമ്മാച്ചൻ്റെ നേരെ ചൂണ്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം വേണ്ട വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വലിയ ഡയലോഗ്. അപ്പോൾ അനിയൻകുട്ടൻ അവിടെ കിടക്കുക, വേദ അവിടെ കിടക്കണം. എന്ത് ചെയ്യും ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണ്ടേന്നും അറിയില്ല. മറ്റവൻ ഇങ്ങനെ നിൽക്കുകയല്ലേ. അങ്ങനെ സേതു അവനെ കുറേ ഇട്ട് ഇടിച്ചു. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വിക്രം ഈ തോക്കെടുത്ത് ശ്രീകാന്തിൻ്റെ നേരെ നീട്ടി. ഇവനാണല്ലോ സ്വത്ത് മുഴുവനും കൂടെ വിഴുങ്ങാൻ വേണ്ടത്. അപ്പോൾ ഇവനിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ അമ്മായച്ചൻ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെ അങ്ങ് തീർത്തേക്കാം എന്ന് തന്നെ വിക്രം വിചാരിക്കുക. കാരണം ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടി. ഇവർ കാരണം വിക്രത്തിനും വേദയ്ക്കൊരു ജീവിതം കിട്ടില്ല എന്നും അവർക്കറിയാം. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ചെയ്യേണ്ട കാര്യം അവന്മാർ ചെയ്തു. അനിയൻകുട്ടനെ അവന്മാർ തീർത്തു.
അങ്ങനെ ആ ഒരു കാര്യം ചെയ്തിട്ട് വിക്രം ഇങ്ങനെ ഇവന്മാരുടെ നേരെ തോക്കും ചൂണ്ടി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും വിക്രത്തിൻ്റെ ഒരൊറ്റ ഇത് മതി ശ്രീകാന്ത് അല്ലെങ്കിൽ അമ്മായച്ചൻ തീരൻ, ആരെങ്കിലും ഒരാളെ വിക്രം തീർക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. എല്ലാവർക്കും ടാറ്റാ.